ഞാൻ മനസ്സിൽ ഒരു രാഷ്ട്രീയമുള്ളവനാണ്. അതെ. ചെറുപ്പം മുതലേ എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച എൻ്റെ അമ്മയാണ്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യമാണ് പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു യാത്രയിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊന്നും പ്രശ്നമല്ല എന്ന് അമ്മ പഠിപ്പിച്ചത്. അതെ, അമ്മക്ക് അതറിയാം. കാരണം എന്താ പറഞ്ഞാൽ അമ്മയാണല്ലോ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്. AKG നമ്മുടെ നാട്ടിൽ 52 വന്നപ്പോൾ എന്നെ എടുത്തുകൊണ്ടുപോയി AKGയെ കാണാൻ. അമ്മ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. AKGക്ക് മാലയിടിച്ച് അന്ന് മുതൽ അമ്മ പറയുന്ന നീ AKGക്ക് മാലയിട്ടവനാണ്. ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിൻ്റെ ഊർജം. AKG പാവങ്ങളുടെ പടത്തലവനായിരുന്നു. നമ്മുടെ നാട്ടിൻ്റെ പോരാട്ടത്തിൻ്റെ ശക്തി നമ്മളെ മുമ്പിൽ കാണിച്ചെന്ന ആളാണ് AKG. ആദ്യം 36-ൽ മലബാറിൽ നിന്ന് മദുരാശിയിലേക്ക് പോയ പട്ടിണി ജാഥ നയിച്ച AKG. ആ AKGയുടെ ഓർമ്മ എൻ്റെ മനസ്സിലുള്ളപ്പം എവിടെ ഈ വേല്, ഇതൊന്നും പ്രശ്നമില്ല. ഇത് തന്നെ രാവിലെ നമുക്കൊരു കുറിച്ച് കിട്ടിയില്ലേ. അപ്പോൾ എത്ര വെയിലാണെങ്കിലും നമ്മളുടെയൊക്കെ അമ്മമാർ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആവേശം തുടിക്കുന്ന ചില സൂചനകളുണ്ട്. ചില ആളുകളെ കാണിച്ചിട്ട്, കണ്ടോ മോനെ ഇങ്ങനൊരു മനുഷ്യനാണ് നീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മ ഇങ്ങനെ നിൽക്കും. ഓർമ്മ പിന്നെ വേറെ ഒന്ന്, ഞാനൊരു ഫുട്ബോൾ കളിക്കാൻ. അതാണ് അപ്പോൾ അത് ഞാൻ ചോദിക്കാൻ പറ്റേതാ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റാമിന നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒരു കാലത്ത് ഫുട്ബോൾ പ്ലെയർ ആണെന്ന് മാത്രമല്ല ഫുട്ബോളിനെ കുറിച്ച് ആധികാരികമായ വിശകലനം നടത്തുന്ന ഒരു കമന്റേറ്റർ കൂടിയായിരുന്നു. അതെ, ആകാശവാണിയിൽ കൊണ്ട് പോയതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആവേശകരമായ സ്വീകരണം റേഡിയോ പറയുന്നത്. ആദ്യം റേഡിയോയിൽ കമന്റ് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ എന്നെ കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ച് പറയും, കണ്ടോ ചെക്കനെ കണ്ടോ, ചെക്കനെ കണ്ടോ, കമന്ററി പറഞ്ഞതാ. അപ്പൊ എന്റെ പഞ്ചായത്തിൽ ആദ്യമായി കമന്ററി പറഞ്ഞ ആള് ഞാനാ. ഈ കമന്ററി പറയുമ്പോൾ പറഞ്ഞു തന്നെ, കമന്ററി പറയുമ്പോൾ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചേക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും വാചകം ഉണ്ടാവും. അപ്പൊ പണ്ട് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കമന്ററി ആവേശത്തിന് തിരക്കല്ലുണർത്തി ഗാലറികളെ ആവേശത്തിലാഴ്ത്തിയതാ ഇടതിൽ നിന്ന് വലത് കാലിലേക്ക് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ മനസ്സിനകത്ത് പഴയ കളിക്കാരും അവരുടെ കളിയിലെ ടെക്നിക്കും നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ പെലെയുണ്ടല്ലോ, ലോക ഫുട്ബോളിൽ ഏറ്റവും ചെറുപ്പക്കാരനായി വന്ന് ആള് കൊള്ളില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചൊരു പയ്യൻ കളിയുടെ അവസാന ഘട്ടത്തിൽ രംഗത്തിറങ്ങിയും അവൻ മനോഹരമായൊരു ഗോൾ നേടിക്കൊണ്ട് രാജ്യത്തിന് നേരെ രസിപ്പിക്കുകയും ചെയ്തു. അതൊരു ചെറിയ കാര്യമാണ്. വലിയ പോലുള്ള കളിക്കാരൻ കറുത്ത മുത്ത്, ആ കറുത്ത മുത്തിന്റെ കാൽപ്പാടുകൾ, അതും ഏതാണ് സാമ്പ നൃത്തത്തിന്റെ ചുവടുകൾ ഒപ്പിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കുന്ന ആ കളി കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു പുതിയ ലോകം വിരിഞ്ഞു വരിക. അതൊക്കെ നമുക്ക് വരും. നമ്മൾ ചിലപ്പോ പറയും അടർക്കളത്തിൽ അഭിമന്യുവിനെ പോലെ അപാര പാഠവും പ്രകടിപ്പിച്ച, അങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് പറയും. രാമായണവും അതുപോലെ പുരാണങ്ങളും എല്ലാം ഇതിനകത്ത് ചേർക്കാം നമുക്ക്. കാരണം മഹാഭാരത യുദ്ധവും രാമായണവും എല്ലാം നമുക്ക് ചേർക്കാം. കാരണം ആകാശമുണ്ട് അവിടെ. പിന്നെന്താ, പുഷ്പക വിമാനമുണ്ട്. ആ പുഷ്പക വിമാനവുമായി ചേർത്ത് നമ്മൾ കളിയെക്കുറിച്ച് ഫോർവേഡിലെ കാലുകൾ നോക്കൂ, പുഷ്പക വിമാനം ചലിക്കുന്നത് പോലെ അന്തരീക്ഷത്തിലേക്ക് ഒഴുകി നീങ്ങുന്നത് പോലെ ആ പന്തുകൾ ഒഴുകി നീങ്ങുന്നത് കാണും. വരും അരുൺ, താങ്കളിപ്പം അപാരമായൊരു പാഠവും പ്രദർശിപ്പിക്കുകയാണല്ലോ താങ്കൾ ഈ മീഡിയയില്. അതുപോലെ തന്നെ നമുക്ക് അന്നേരം വരും. എന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വരും. അതെന്റെ ഗുരുനാഥൻ അക്കാര്യത്തിൽ ഗുരുനാഥൻ T. ദാമോദരനാ, മറക്കരുത്. T. ദാമോദരൻ, നമ്മളെ കോഴിക്കോട്ടെ T. ദാമോദരൻ. അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു. ദാമോദരൻ നല്ല ശബ്ദമാണ്, നല്ല ഭാഷയാണ്. ഭാഷയും ശബ്ദവും കൂടി ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പുതിയ അനുഭൂതിയില്ലേ, ആ അനുഭൂതി നമുക്കെല്ലാം ഉണ്ടാവും. എന്നോട് ദാമോദരൻ പറഞ്ഞു, പിന്നെ പന്നിയൻ നിങ്ങൾ കമന്ററി പറയണം. ദാമോദരൻ എൻ്റെ ഗുരുനാഥൻ. അതൊക്കെ നമ്മൾ ഇതൊക്കെ ഓർക്കും. പലരും എന്ന് പറഞ്ഞാൽ കടന്നു വന്ന വഴിയിൽ കടന്നു വന്നാൽ പിന്നാലെ ആരും ഓർക്കില്ല. ഞാൻ എല്ലാവരും ഓർക്കും. ഏത് കാലം ഓർക്കും. ഏത് കൊച്ചു കുഞ്ഞെന്നെ സഹായിച്ചു അവനെ ഞാൻ ഓർക്കും. ഓർമ്മകളുടെ വില എന്ന് ഓർമ്മ എപ്പോൾ